വാടാ കുരിപ്പേ. പുണ്ണി എടാ നീ ഇവിടെ ഇരുന്നേ. നീ എന്റെ കൂടെ നിൽക്കുവോ? എന്തിനു കൂടെ നിക്കണം? അതെ, നാളെ അച്ഛൻ വേണുവങ്കളുടെ കൂടെ പോകുന്നത് മുടക്കാനായിട്ടേ സഞ്ജുവും കൃഷ്ണയും പ്ലാൻ ചെയ്യുന്നുണ്ട്. നീ അത് രഹസ്യമായിട്ട് അറിഞ്ഞിട്ട് ചേച്ചിക്ക് പറഞ്ഞു. എനിക്ക് എന്ത് ഗുണം കിട്ടുമോ അതിന്? എടാ, നിന്റെ പാരന്റ്സ് മീറ്റിങ്ങിന് ആരെങ്കിലും വരുന്നത് നിനക്ക് ഇഷ്ടാണോ? ആണോ? അല്ല അല്ല അല്ല, ഞാൻ ആണെ കേട്ടു അല്ലേ? അപ്പൊ നാളെ അമ്മ കുടുംബശ്രീന്റെ മീറ്റിങ്ങിന് പോവും, അച്ഛൻ വേണുവങ്കളുടെ കൂടെ പോവും. കറക്റ്റ്. അപ്പൊ നീ സേഫ് ആയില്ലേ? അപ്പൊ നീ ചേച്ചിന്റെ കൂടെ നിക്കോ? കട്ടക്ക് നിക്കും, അതിനെ കൂത്തല് നിക്കും. ഉറപ്പ്. അംബാസഡറേ, ഞാൻ വേറെ പണിയില്ല, ഞാൻ ബിസിനസ് മീറ്റിംഗിലാ. പോ. എന്ത് ഇതോ തലൂത്തി മറിഞ്ഞോണ്ടിരിക്കണം? അപ്പൊ ഞാൻ പറഞ്ഞാരും മറക്കരുത്. മറക്കില്ല. ഓക്കെ, സെറ്റ്. പോയിക്കോളൂ എന്റെ അംബാസഡറെ. അച്ഛൻ നാളെ രാവിലെ തന്നെ പോകാനുള്ള പരിപാടിയാണ്. ഇപ്പൊ എന്തായാലും അലാറം വെക്കും നേരം വെളുത്ത് എണീക്കാൻ വേണ്ടി. എന്താ അച്ഛൻ നാളെ രാവിലെ പോകാൻ വേണ്ടിട്ടേ ഇപ്പൊ അലാറം ഒക്കെ വെക്കുമോ നേരത്തെ എണീറ്റ് പോകാൻ വേണ്ടി. എടാ, ആ ഫോൺ നമുക്ക് പൊട്ടി കളഞ്ഞാലാ? ഇവിടെ പൂടി അവിടുന്ന് വീട്ടിപ്പോ അമ്മയുടെ കയ്യിൽ പൈസ പോകാൻ അമ്മനെ നന്നായി കൊണ്ട് കൊടുക്കത്തുള്ളൂ എപ്പോഴും. അത് ശരിയാ. എന്നാ പിന്നെ എന്ത് ചെയ്യും? നമുക്കേ അച്ഛന്റെ അലാറം അങ്ങ് അട്ടിമറിക്കാം. എന്താ അട്ടിമറിക്കാന്ന്? എങ്ങനെയാന്ന് വെച്ചാൽ അച്ഛൻ ഇപ്പൊ എന്തായാലും രാവിലെ ഒരു 6 മണിക്കായിരിക്കും അലാറം വെക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കത് 10 മണിയാക്കാം. അച്ഛൻ അറിയൂല, ഫുള്ള് പ്ലാനും ഫ്ലോപ്പ് ആവൂലേ? എടാ ബുദ്ധി രാക്ഷസ, നിനക്ക് ഇത്ര ബുദ്ധി ഉണ്ടായിരുന്നു? നീ മണ്ടനാന്ന് വിചാരിച്ചു. നീ എന്റെ ടീമിൽ നിന്ന് മാറല്ലേടി. നീ എന്റെ ടീമിൽ നിന്ന് മാറല്ലേ? നിന്റെ ടീമോ? ചില സമയത്ത് നിന്റെ ടീം, അല്ലെങ്കിൽ നിന്റെ സ്വഭാവം കൊള്ളത്തില്ല അത്രയ്ക്ക്. മധുവാണ് വിവരദോഷം, അവളെ ഒട്ടും വിശ്വസിക്കാൻ കൊള്ളൂ. ഓ, അപ്പൊ ഇതാണ് അവരുടെ പ്ലാൻ അല്ലേ? ശരിയാക്കി തരുന്നുണ്ട്. ഇതെന്ത് ഈ നേരത്തെ ഇങ്ങനെ എന്ത് കഷ്ടം. സഞ്ജു, എടാ എണീക്കടാ, എണീക്ക്. എണീക്കടാ. ഇന്നലെ ആ അലാറം അടിച്ചുകൊണ്ട് ഉറങ്ങാൻ പറ്റില്ല. എന്നാ മോൻ കിടന്ന് ഉറങ്ങ്. എന്നിട്ടേ എണീറ്റിട്ടേ വെള്ളം കോര റെഡി ആയിക്കോട്ടോ, 50 ബക്കറ്റ്. അച്ഛൻ പോയാ? അച്ഛൻ എപ്പോഴേ എണീറ്റ് റെഡി ആയത് അവിടെ പോവാൻ നിക്കുന്നത്. അലാറം കറക്റ്റ് ആയിട്ട് അടിച്ചിട്ടുണ്ട് അച്ഛന്റെ. ഓ, ഇതാ മധു കാണിച്ച പരിപാടി ആയിരിക്കും. എന്ത് ആ മധു അല്ല ഒപ്പിച്ച പണിയായിരിക്കും. വീണ്ടും മധു ജയിച്ചു, സഞ്ജു തോറ്റു. അങ്ങനെ ഇപ്പൊ മധു ജയിക്കണം. എടാ നീ എങ്ങോട്ട് പോണ്? എങ്ങനെയുണ്ട് പോളെ? സൂപ്പർ ആയിട്ടുണ്ട്, നഷ്ടായിട്ടുണ്ട്. ഇനി കല്യാണ പെണ്ണ് നിങ്ങളെ വേണമെന്ന് ആവശ്യപ്പെടുവോ? എങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു. എങ്കിൽ ഞാനും രക്ഷപ്പെട്ടു. വന്നല്ല സഞ്ജുവനേടാ, അച്ഛൻ പോവാണ്. വെറ്റിന്റെ കാര്യം മറക്കണ്ടാ. 50 കുടം 50 കുടം 50 കുടം 50 കുടം. വായി നോക്കി നിൽക്കും, അച്ഛൻ പോകുന്ന നോക്കി. പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? പൂട്ടിയിടണോ? പൂട്ടിയിടണം. അച്ഛൻ ഇവര് പറയണോന്ന് കേട്ടോ. അച്ഛൻ പോയിട്ടോ. ഓക്കെ ബൈ.
നിങ്ങൾ നോക്കിക്കോ, പട്ടി ചന്തക്ക് പോയ പോലെ തിരിച്ചു വരും. ഓടി പട്ടി. അമ്മേ പട്ടീന്ന് വിളിച്ച്. പട്ടി ഒറമ്മേനെ. എടാ വായി നോക്കി കണ്ട് പോയി പല്ലേച്ചിട്ട് വാ. വെള്ളം കോരണ്ടേ? നീ പൊടി. നീ പോടാ.